നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കിയത് ആദ്യമായിട്ട് ഉത്തരാഖണ്ഡാണ്. അപ്പൊ ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ് ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം പാസാക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ഓർക്കുക. നിയമപരമായി വ്യക്തിത്വം ലഭിച്ച ന്യൂസിലൻഡിലെ പർവ്വതമാണ് തരാനഗി മൗങ്ക എന്ന പർവ്വതത്തിന് അടുത്തിടെ നിയമപരമായി വ്യക്തിത്വ പദവി ലഭിച്ചു. ഇത് ന്യൂസിലൻഡിലെ പർവ്വതമാണെന്ന് ഓർക്കുക. MT വാസുദേവൻ നായരുടെ സ്മാരകം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? തുഞ്ചൻ പറമ്പിലാണ് MT വാസുദേവൻ നായരുടെ സ്മാരകം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. 5 വർഷത്തിൽ ആദ്യമായിട്ട് RBI റിപ്പോ നിരക്ക് കുറച്ചു. എത്രയാണ് നിലവിലെ റിപ്പോ റേറ്റ്? ഇമ്പോർട്ടന്റ് ആണ്. 6.25% ആണ് നിലവിലെ RBI റിപ്പോ റേറ്റ്. ബഹിരാകാശത്ത് ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളച്ചു. അത് ഏതിനകത്താ? പോയം 4 എന്നാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 4-ൽ ഇന്ത്യയുടെ പയർ വിത്തുകൾ ബഹിരാകാശത്ത് മുളച്ചിരിക്കുകയാണ്. അപ്പൊ പോയം 4ന്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 4 എന്നത്. അപ്പോ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടിയിട്ട് ഞാൻ റിവിഷൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ അടക്കമാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പുറകെ പോയി നിൽക്കരുത്, മുന്നോട്ട് കയറി വാ, പഠിച്ച് നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. ആ ജോലി നിങ്ങൾക്കുള്ളതായിരിക്കും. ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK എല്ലാം ഉൾപ്പെടെ, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടെയാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത പോസ്റ്റ് ആണല്ലോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതിന് പഠിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ ഈ നെഗറ്റീവ് ന്യൂസ് ഒക്കെ അങ്ങ് മാറ്റിവെക്ക്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക. നിങ്ങൾ പഠിക്കുക, പഠിച്ച് നന്നായിട്ട് പോയത്. ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ന്യൂസിലൊന്നും ചെവി കൊടുക്കാത്ത ആൾക്കാർ, ഞാൻ പഠിച്ചിരിക്കും എന്ന് പറയുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ സമയം കളയുന്നത് നിങ്ങളുടെ സമയം തന്നെയാണ്. വാല്യുബിൾ ആയിട്ടുള്ള സമയവും ആ വേക്കൻസീസും ഒക്കെയാണ് നിങ്ങൾ മിസ് ചെയ്ത് കളയുന്നത്. ഇനി അടുത്ത LDCക്ക് പഠിക്കാം, അടുത്തതിന് ഞാൻ പഠിക്കാം, എല്ലാം അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നോക്കി പോയി കഴിഞ്ഞാൽ സിലബസും മാറും, വാസ്റ്റ് സിലബസ് ആകും. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അറിവ് വികസിപ്പിച്ച് അത് എഴുതിയെടുക്കാനല്ലേ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പിൽ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട് കോഴ്സ് ഉണ്ട്. ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഫയർമാന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. ജനറൽ PSC ബാച്ച് കോഴ്സ് ഉണ്ട്. 10th പ്രിലിംസ് 2025 ബാച്ച് കോഴ്സ് ഉണ്ട്. പഠിക്കുന്നവന് ജോലി കിട്ടും. അത് ഏത് സാഹചര്യത്തിലായാലും. ഞാൻ പഠിച്ചു ജോലി വാങ്ങി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ദൃഢ നിശ്ചയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടും. ഓക്കെ, അപ്പൊ കമ്പനി LGS, ബെവ്കോ LD, VFA എല്ലാത്തിനും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് ആപ്പിൽ എടുക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. അപ്ഡേറ്റുകളൊക്കെ ഞാൻ ടെലഗ്രാം ചാനൽ വഴി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. മനസ്സ് ഡെസ്പാക്കി പുസ്തകം അടച്ചു വെച്ച ആൾക്കാർ ഇത് കാണുമ്പോൾ തുറന്നോളൂ, പഠിച്ചോളൂ. ഓക്കെ, റിവിഷൻ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരു പ്രാവശ്യം പഠിച്ച പോർഷൻ അയ്യോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി, അത് നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. റിവിഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരു പോർഷൻ നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരാം. പോയം 4ന്റെ കാര്യം പറഞ്ഞു നിർത്തി. ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? KV കുമാരനാണ് ലഭിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് KV കുമാരൻ. യാനം എന്ന നോവലിനാണ് ലഭിച്ചത്. ഓർക്കുക. ബിഫോർ മെമ്മറി ഫീഡ്സ്
ഇത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ഫാലി എസ് നരിമാൻ എന്ന പ്രശസ്ത അഭിഭാഷകന്റെ ഓർമ്മക്കുറിപ്പാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത്. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ആ ഒരു ടേം മാറ്റിയിട്ട് ലിംഗഭേദം നികത്താൻ വേണ്ടിയിട്ട് സേനാംഗം എന്ന ടേം ആണ് കൊണ്ടുവന്നത്. പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിൽ ഏതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ആ ഒരു വേർഡ് മാറ്റി സേനാംഗം എന്ന വേർഡാണ് കൊണ്ടുവന്നത് എന്ന് ഓർക്കുക. 2025 AI ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്, ഫ്രാൻസിലാണ് 2025 AI ഉച്ചകോടി നടന്നത്. അടുത്ത AI ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ഇന്ത്യയിലാണ്. എവിടെയാണ്? ഇന്ത്യയിലാണെന്ന് ഓർക്കുക. ചാറ്റ് GPT സൃഷ്ടാവാണ് സാം ആൾട്ട്മാൻ. ചാറ്റ് GPT സൃഷ്ടാവാണ്. ഇദ്ദേഹം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചു. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചാറ്റ് GPT സൃഷ്ടാവ് ആരാണ്? സാം ആൾട്ട്മാൻ ആണ്. ഇനി ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരള വനിതാ ടീമിന് സ്വർണവും കേരള പുരുഷ ടീമിന് വെള്ളിയും ലഭിച്ച കായിക ഇനം ഏതാണെന്ന് ചോദിച്ചാൽ വോളിബോൾ ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ വോളിബോൾ ഇനത്തിൽ സ്വർണം നേടിയ വനിതാ ടീം ഏത് സംസ്ഥാനത്തിന്റേതാണ് എന്ന് ചോദിക്കാം. കേരളത്തിന്റേതാണ്. പുരുഷ ടീമിന് എന്താ ലഭിച്ചത്? വെള്ളിയുമാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. രാജ്യത്തെ ആദ്യ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല ഏത്? രാജ്യത്തെ ആദ്യ റൂമാറ്റിക് ഫീവർ രഹിത ജില്ലയാണ് കോട്ടയം ജില്ലയാണ് രാജ്യത്തെ ആദ്യ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല എന്ന് ഓർക്കുക. ഫാക്ട്, ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി നിയമിതയായത് ആര്? ക്രിസ്റ്റി കോവൻട്രി ആണ്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. ആദ്യത്തെ ആഫ്രിക്കൻ ആണ്. സിംബാബ്വേക്കാരിയാണ് കേട്ടോ. ക്രിസ്റ്റി കോവൻട്രി IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അല്ലെങ്കിൽ നിലവിലെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും ആരാണ്? ക്രിസ്റ്റി കോവൻട്രി ആണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആണ് മാർച്ച് 23. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്നതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടെ പറയാം. ഏക സിവിൽ കോഡ്, ഉത്തരാഖണ്ഡിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. വ്യക്തിത്വ പദവി ലഭിച്ച ന്യൂസിലൻഡിലെ പർവ്വതമാണ് തരാനഗി മൗങ്ക എന്ന പർവ്വതം. MD സ്മാരകം നിലവിൽ വരുന്നത് തുഞ്ചൻ പറമ്പ്. റിപ്പോ റേറ്റ്, ഇപ്പോ RBIയുടെ റിപ്പോ റേറ്റ് 6.25%. പോയം 4ൽ പയർ വിത്തുകൾ നട്ടുമുളപ്പിച്ചു ഇന്ത്യ. പോയം 4ന്റെ ഫുൾ ഫോം PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 4 എന്നതാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരം KV കുമാരനാണ് ലഭിച്ചത്. യാനം എന്ന നോവലിന്. ബിഫോർ മെമ്മറി ഫെയ്ഡഡ് എന്നത് ഫാലി എസ് നരിമാന്റെ ഓർമ്മക്കുറിപ്പ്. പാസിംഗ് ഔട്ട് പരേഡിൽ കേരള പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ പ്രതിജ്ഞയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വേർഡ് മാറ്റി എന്താക്കി? സേനാംഗം എന്നാക്കി. ഓക്കെ, 2025 AI ഉച്ചകോടിയുടെ വേദി ഫ്രാൻസിലെ പാരീസ് ആണ്. അടുത്ത AI ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ഇന്ത്യയിലാണ്. GPTയുടെ സൃഷ്ടാവ് സാം ആൾട്ട്മാൻ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചു. ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ വോളിബോളിൽ കേരള വനിതാ ടീമിനാണ് സ്വർണം ലഭിച്ചത്. കേരള പുരുഷ ടീമിന് വെള്ളിയുമാണ് ലഭിച്ചത്. രാജ്യത്തെ ആദ്യ റൊമാറ്റിക് ഫീവർ രഹിത ജില്ല ഏതാണ്? കോട്ടയം. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതയായ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കോവൻട്രി. 2025 ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് മനസ്സിലായി എന്ന് കരുതുന്നു. കറണ്ട് അഫയേഴ്സ് 2025 എന്ന ഫോൾഡർ ചെക്ക് ചെയ്താൽ ഞാൻ എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2025 എല്ലാ ക്ലാസ്സും അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഹർഷിത എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം റണ്ണിംഗ് ആണ്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യൂ, ജോയിൻ ചെയ്യൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.